ഇവിടെ ഇപ്പോൾ വാഹനം നിൽക്കുന്നത് കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെയാണ്. നിങ്ങൾ നോക്കുക, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഹാഫ് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വാഹനം ഹാഫ് ക്ലച്ചിൽ വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ച് ഇതുവരെ ഒരു വീഡിയോകളിലും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചു പോയ സമയത്ത് മുന്നിലൊരു ബസ് പോകുമായിരുന്നു. പെട്ടെന്ന് മുന്നിൽ പോകുന്ന ബസ് നിർത്തി. ആ ഒരു സെയിം ടൈമിൽ ഞാനും വാഹനം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. പെട്ടെന്ന് തന്നെ മുന്നിൽ പോകുന്ന ബസ് മൂവ് ആക്കിയ സെയിം ടൈമിൽ തന്നെ എനിക്കും ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വാഹനത്തെ മൂവ് ആക്കാനായിട്ട് കഴിഞ്ഞു. അതായത് ആ സെയിം ടൈമിൽ മൂവ് ആക്കാൻ കഴിഞ്ഞു. എന്നാൽ ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വണ്ടി മൂവ് ആകുന്ന സെയിം ടൈമിൽ വേഗത്തിലെടുക്കാനായിട്ട് കഴിയത്തില്ല. വളരെ ടൈം എടുത്താണ് വാഹനം മുന്നോട്ടെടുക്കുന്നത്. ഇങ്ങനെ എടുത്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ അവർ ഹോൺ അടിക്കും. അപ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ അത് തന്നെയല്ല, നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വളരെ വേഗത്തിലെടുക്കാനായിട്ട്. അപ്പോൾ അതിന് ചെറിയൊരു ട്രിക്കുണ്ട്. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാരുതി 800-ലാണ്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഏത് വണ്ടിയിലും ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന ട്രിക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്ന മിസ്റ്റേക്ക് ഏറ്റവും ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഉദാഹരണം, മുന്നിലൊരു ബസ്സുണ്ട്. പെട്ടെന്ന് വാഹനം ചവിട്ടി നിർത്തി വളരെ വേഗത്തിൽ തന്നെ വാഹനം മുന്നോട്ടെടുക്കുന്നു. ഇങ്ങനെ നിർത്തുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ സെക്കൻഡ് ഗിയറിലായിരിക്കും വരുന്നത്. പെട്ടെന്ന് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് റെഡി ആകത്തില്ല. ഇതൊരു മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി വാഹനത്തെ നിർത്തും. മുന്നിൽ പോകുന്ന വാഹനം മൂവ് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലേഷൻ കൊടുത്ത് വാഹനം മൂവ് ആക്കുന്നത്. ഇത്രയും സമയം നമ്മൾ വരേണ്ടതായിട്ടില്ല. പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരിക. അതായത് വാഹനം മുന്നോട്ട് മൂവ് ആകുന്നു. ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിൽ വന്നു, ബൈറ്റിംഗ് പോയിന്റിൽ വന്ന് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒപ്പം നമ്മൾ നിരപ്പ് റോഡിലാണെങ്കിൽ ആക്സിലേഷൻ പെഡലയിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക. മുന്നിൽ പോകുന്ന വാഹനം മൂവ് ആയാൽ ഉടൻ തന്നെ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയക്കുമ്പോൾ ഇതേ വണ്ടി പെട്ടെന്ന് മൂവ് ആകും. ഒപ്പം ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്ത് നമുക്ക് വണ്ടി ഇത് ഇത്തരത്തിൽ പെട്ടെന്ന് എടുക്കാം. വീണ്ടും ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തുക. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ വന്നിട്ട് ഇതേ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ആക്സിലേഷൻ പെഡലേ വന്ന് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയച്ച് വണ്ടി എടുക്കുക. ഒരു കാരണവശാലും ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇത് ഇങ്ങനെ നിൽക്കരുത്. വണ്ടി മൂവ് ആയതിനു ശേഷം എടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു സംശയമുണ്ട്, നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലൊക്കെ നിൽക്കുമ്പോൾ വണ്ടി ഓഫായി പോകുമല്ലോ. ഇനി ഒരു കയറ്റത്താണെങ്കിൽ ചിലപ്പോൾ വണ്ടി റോളായിട്ട് പോവില്ലേ ബൈക്കിലേക്ക്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനാണ് ഫുൾ ക്ലച്ചും നമ്മൾ ബ്രേക്കിലും വന്ന് നിർത്തുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മൾ ഒരുപാട് സമയമെടുത്താണ് ഒരു വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പുറകിൽ വരുന്നത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അവർ ഹോൺ അടിക്കും. അതിൻ്റെ തൊട്ട് പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഒരു കയറ്റത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തേക്കാണ്. കയറ്റത്താണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ബ്രേക്കിൽ വരിക, വണ്ടി പെട്ടെന്ന് നിർത്തിയേക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇത് ഞാൻ ആക്സിലേഷൻ കൊടുത്തു. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലും ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തേക്കുവാണ്. ഒരു പകുതി കൊടുത്തിട്ടില്ല, എന്നാൽ പകുതിയോട് അടുത്ത് ഉള്ളൊരു ആക്സിലേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു. ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ വന്ന് നമ്മളിത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ വാഹനം നിൽക്കുന്നത് കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെയാണ്. നിങ്ങൾ നോക്കുക, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ക്ലച്ച് ചവിട്ടിയ വണ്ടി ബാക്കിലേക്ക് റോളാകും. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ വണ്ടി ഉരുണ്ട് പോകുന്നുണ്ടോ? ഓക്കെ, ഇപ്പം വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ വന്നപ്പോൾ വാഹനം ഇവിടെ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലും ആക്സിലേഷനിലും നിന്നു. ഇങ്ങനെ നമ്മളൊരു കുറച്ച് നേരം നിർത്താനായിട്ട് പഠിക്കണം. ഒരുപാട് നേരം നിർത്തുന്നത് ശരിയല്ല, ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. എന്നാൽ പെട്ടെന്ന് വാഹനം നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷനിൽ ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, പെട്ടെന്ന് ഇപ്പോൾ മുന്നിലൊരു വണ്ടിയുണ്ട്, വണ്ടി മൂവ് ആക്കുന്നു. ഇതേ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പം ഞാൻ ആക്സിലേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ആക്സിലേഷനും കൂടെ മുന്നോട്ട് കൊടുത്താലേ നമുക്ക് ബ്രേക്കില്ലാതെ കയറ്റത്ത് വാഹനത്തെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തു. ഇതേ നമ്മളും വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഇനി മുന്നിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് നിർത്തി. നമ്മളിതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. വീണ്ടും പെട്ടെന്ന് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ വന്നിട്ട് ഇതേ വാഹനം കയറ്റത്ത് ഇതേ ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലേഷനിലും വാഹനത്തെ നിർത്തിയേക്കാണ്. വീണ്ടും പെട്ടെന്ന് വണ്ടി മൂവ് ആയിക്കഴിഞ്ഞാൽ ഇതേ ക്ലച്ചിൽ നിന്ന് അയച്ച് നമുക്ക് വാഹനത്തെ മൂവ് ആക്കാം. വീണ്ടും പെട്ടെന്ന് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിർത്തുക. വീണ്ടും വണ്ടിയെ മൂവ് ആക്കാനായിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ വാഹനം എടുക്കുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിങ്ങിൽ അതായത് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്
ഒരേ ഒരു കാര്യം മാത്രം, പെട്ടെന്നെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുന്നിൽ ഒരു ബസ്സൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ ആളെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവർ വാഹനം എടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും വാഹനം ചവിട്ടി നിർത്തുക, പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലേഷനും കൂടെ കൊടുക്കുക. ഇതിനെ രണ്ടിനെയും, ഹാഫ് ക്ലച്ചിനെയും ആക്സിലേഷനെയും സെയിം രീതിയിൽ ഇത്തരത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം, നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ വരുന്ന സെയിം അളവിലുള്ള ഒരു ആക്സിലേഷൻ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു വാഹനത്തെ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ നിർത്താനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് കരുതുന്നു. നിങ്ങൾ ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ ആ പ്രോപ്പറായിട്ടുള്ള ഒരു പോയിന്റിൽ വന്നതിന് ശേഷം നമ്മൾ ആ സെയിം ടൈമിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കയറ്റത്തിന് അനുയോജ്യമായിട്ട് മുന്നോട്ട് കൊടുത്തു പിടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ തന്നെ ഒരു വണ്ടിയെ കയറ്റത്ത് നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ആ ആക്സിലേഷൻ്റെ അളവ് മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും കൂടെ പിടികിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വാഹനം മുന്നോട്ടെടുക്കാനും പെട്ടെന്ന് നിർത്താനും കഴിയുന്നതാണ്. ഒരു ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി കൂടുതലും വേഗത്തിലെടുക്കാൻ കഴിയും. നിങ്ങളുടെ ഡ്രൈവിംഗ് കോൺഫിഡൻറ്റ് തന്നെ കുറേ കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും ഈ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.